എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നണ. രണ്ട് പക്ഷി എടാ നാളെ രാവിലെ സിനിമ. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ, ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ, നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ എന്നെ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്, നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ടീന നിക്ക് പ്ലീസ്, നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതിലെ മലയാളം ശരിയല്ല. അല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന. തീരുമാനായില്ലേ? നമുക്ക് പോവാല്ലേ? വിഷ്ണു. ആടാ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും?
നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ അറിയാടാ. ആണോ? ഒന്ന് പറടാ എന്നാ. സണ്ണിലിയോടാ പോയത്. വെച്ചിട്ട് പോടാപ്പാ. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്. ചെയ്യടാ മസാജ്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം കുളമാക്കി. അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. ഈ തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടാ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്. എന്താ ഇത് ചന്തേ? ആ ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞു. ദേ സെയിം തല തൻ്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി പോയിക്കോ. ഉത്തരവ്. എടാ ഇങ്ങനൊരു പണിയോടോ. നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തൊക്കെയാണാവോ? എന്താണ് എന്താ നീ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാണ് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് തരിപ്പ് അറിയില്ല. ആ പാർട്ട് തന്നപ്പടി ഞാൻ കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണം കേട്ടോ. മഞ്ജു മഞ്ജു ടീച്ചറെ, മഞ്ജുവിടെ തലകറി വിടും. ടീച്ചർ ഒന്നോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറ, എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്?
എന്താ കുഞ്ഞാ? എന്ത് പറ്റി? ടീച്ചറെ നമ്മുടെ മഞ്ജുവിടെ തല ഇറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റി നാളെ? മാറിയേ. മഞ്ജു, പിടിച്ചേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എടാ അതല്ല ആ കൊച്ചു തലകറങ്ങി ഇവിടെ പാക രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ് അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ. പോടക്ക കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിനിടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും.